രണ്ട് വ്യക്തിയെ മനഃപൂർവ്വം വിളിച്ചിട്ട് ഏറ്റവും അവസാനം പറയാൻ വിളിച്ചില്ലെന്ന്. അതൊക്കെ ഭയങ്കര മോശം പരിപാടി, ഇൻസൾട്ടിന്റെ ഒക്കെ അങ്ങേ അറ്റുവാണിത്. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഏറ്റവും അവസാനം ഇറങ്ങിയ ബിഗ് ബോസ്. അപ്പൊ ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആണ് ആദില ആൻഡ് നൂറ. അത് മാത്രമല്ല, ഇവര് ലെസ്ബിയൻ കപ്പിൾസ് കൂടിയാണ്. അപ്പോൾ ഇവരുടെ ഒരുപാട് കഥകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ബിഗ് ബോസിലൂടെ കേട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ബിസിനസ് മാഗ്നറ്റായ മലബാർ ഗോൾഡിന്റെ ഉടമയായ ഫൈസലിന്റെ വീട്ടിലെ കയറി താമസ ചടങ്ങ്. അതായത് പുതിയൊരു വലിയ ആഡംബര മാളിക വെച്ചിട്ട് അതിലേക്ക് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വിളിക്കുന്നത് ഈ പുള്ളി നേരിട്ടൊന്നും അല്ല വിളിക്കുന്നത്. ഇതിനെല്ലാം PR ടീമുകളുണ്ട്. ഇയാളുടെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കറിയാം ഇങ്ങനെ എല്ലാ ആൾക്കാരും വരുമെന്ന് ഇയാൾക്കറിയാൻ പറ്റും. ഓരോരോ ഘട്ടമായിട്ടായിരുന്നു ഈ ഒരു പരിപാടി നടന്നത്. പൊളിറ്റീഷ്യൻസ് ആദ്യം വന്നു, രണ്ടാമത് സിനിമാ പ്രവർത്തകർ വന്നു, മൂന്നാമതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വന്നത്. ആദില നൂറ തന്റെ മാതാപിതാക്കളെ കുറിച്ച് കുറച്ച് ആർഗ്യുമെന്റ്സ് ഒക്കെ ഇറക്കിയിരുന്നു. ഇവർ രണ്ടുപേരും വെറുക്കുന്നത്, ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരുടെ തന്നെ മാതാപിതാക്കളെയാണെന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ കയറി വൈറലായി നിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെയിരിക്കെയാണ് ഇവരെ രണ്ടുപേരെയും ഈ ഫൈസൽ ക്ഷണിച്ചത് വീട്ടിലെ കയറി താമസത്തിന് ഇവർ വന്നു. നല്ല ഭംഗിയോടുകൂടി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. ഇയാളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഇയാള് മറ്റുള്ള അവിടെ വന്നിരുന്ന അതിഥികളെ മുഴുവൻ ഈ ആദിലേനെ നൂറേനെ കൊണ്ട് പരിചയപ്പെടുത്തി. ഇയാൾ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ ആദില നൂറേയും കൂടെ ഈ ഒരു ചടങ്ങിന് പങ്കെടുത്തു എന്ന വാർത്ത സോഷ്യൽ മീഡിയ മുഴുവനായല്ലോ. അപ്പോൾ അങ്ങനെയിരിക്കെ ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളുടെ സുഹൃത്തുക്കളല്ലാത്ത കുറച്ച് മതപരമായി കൂട്ടുനിൽക്കുന്ന ആൾക്കാരെല്ലാരും കൂടെ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പേജിന്റെ താഴെ മുഴുവൻ ഇയാൾക്കെതിരെ പറയുകയുണ്ടായി. ഈ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ആദില നൂറനെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ പരിപാടിക്ക് വിളിച്ചത്? മതപരമായ മൂല്യങ്ങൾ, കർത്തവ്യങ്ങൾ എല്ലാം ഏറ്റുവാങ്ങിയിരുന്ന ഒരാൾ ഇങ്ങനത്തെ വൃത്തിഹീനമായ ഒരു പരിപാടി ചെയ്യുന്നത് അത്ര നല്ലതാണോ? ഈ കമന്റിടൽ സെക്ഷൻ മുഴുവൻ ഇവരുടെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെയായിരിക്കും ഈ പുള്ളി ഗതികേടിന് ഒരു പോസ്റ്റ് അങ്ങ് FBയിൽ ചാർത്തി. ഞാൻ ഈ പോസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വായിച്ചു തരാം. അപ്പോൾ ആശാന്റെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം ഞാൻ അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആ പോസ്റ്റ്. എന്ത് ചെയ്യാനാ, ഇങ്ങനെ മിനിറ്റിന് മിനിറ്റ് വെച്ച് സ്വഭാവം മാറ്റുന്ന ഓരോരോ മൊയിലാളിമാരെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയാൻ മേല. ഈ പുള്ളി ഇത്രയും വലിയ മലബാർ ഗോൾഡ്സിന്റെ ഒക്കെ വലിയ ഓട്ടമയല്ലേ, ഒരുപാട് ലോകം കണ്ട ആളല്ലേ. ഇത് ഒരു കുറച്ച് തുക്കട ഗ്രാമത്തിൽ കിടന്ന് കുറച്ച് കമന്റ് ഇടുന്നവന്മാരൊക്കെ പറയുന്നത് കേട്ട് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഈ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് മുങ്ങുക, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇടുക എന്നൊക്കെ ചെയ്യുന്നത്? പുള്ളിയെ പോസ്റ്റൊക്കെ അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പക്ഷെ ഇതിന് വേറൊരു കാര്യമുണ്ട്, പുള്ളിക്ക് ഒരുപാട് ഈ മാനേജർമാരുണ്ട്. ഇവന്മാരെല്ലാം പറഞ്ഞും ഈ പുള്ളിയെല്ലാം അറിഞ്ഞുമൊക്കെയാണ് ഇവര് രണ്ടുപേരും ഇതിൻ്റെ അകത്ത് പങ്കെടുത്തത്. അതല്ലാതെ വിളിക്കാതെ ചുമ്മാ അങ്ങ് കയറിച്ചല്ലോ. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? കാരണം ഇവർക്ക് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്. പൈസ ഉണ്ടാക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവർ തന്നെ ഒരു വീഡിയോ ചുമ്മാ എടുത്ത് ഈ ഓൺലൈൻ മീഡിയാസിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എത്ര രൂപ വരുമാനം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴാണ് ഈ പുള്ളി ഇങ്ങനത്തെ ഓരോ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇറങ്ങി തിരിച്ചത്. എനിക്കറിയുമില്ല എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്. ആദ്യം സ്വന്തമായൊരു നിലയും വിലയും ഉണ്ടാകണം മിസ്റ്റർ ഫൈസൽ മൊയലാളി എന്നാ എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ നിങ്ങളിങ്ങനെ 2 വെള്ളത്തെ കാലി ഓട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തെറ്റാണ്, മോശമാണ് ആ പരിപാടി. നിലപാടിൽ ഉറച്ചു നിൽക്കുക, നിലപാടുള്ളവനായിരിക്കുക. യഥാർത്ഥ ബിസിനസ്മാൻ എന്ന് വെച്ചാൽ നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുക. കണ്ട മരപ്പട്ടിയും പോക്കാനൊക്കെ എന്ത് വേണേലും ഒക്കെ പറയും. ഈ കമന്റ് ബോക്സ് മുഴുവൻ ഇങ്ങനെ കമന്റ് ഇടുന്നവന്മാരൊന്നും ജെനുവിനൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കണം. അത് കേട്ട് നിങ്ങൾ ഇങ്ങനെ ചാർജ് ആകേണ്ട വല്ല കാര്യമുണ്ടോ ഫൈസൽ മുതലാളി?